ഹലോ, നമുക്കിന്ന് ബീട്രൂട്ട് പച്ചടി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പം ഞാൻ ബീട്രൂട്ട് കുറച്ച് വലുതായതുകൊണ്ട് ഒരു പകുതി എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് കുക്കറിലിട്ടിട്ട് ഉപ്പിട്ട് വേവിച്ചെടുത്തതിന് ശേഷം അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് അരപ്പൊഴിക്കാൻ വേണ്ടിയിട്ട് തേങ്ങയും കുറച്ച് കടുകും പച്ചമുളകും ഒരു ചെറിയൊരു ഉള്ളിയുടെ പീസും അതുപോലെ തന്നെ ഒരു ഇഞ്ചിയുടെ ചെറിയ പീസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് നമ്മൾ ആ ഗ്രേറ്റ് ചെയ്ത് വെച്ച ബീട്രൂട്ടിലേക്ക് ഇതിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണം. അതുകൊണ്ട് ഇനി ഇത് വേവിക്കൊന്നും വേണ്ട. നമ്മൾ ബീട്രൂട്ട് ഓൾറെഡി വേവിച്ചെടുത്തതാണല്ലോ. അതിലേക്ക് നമ്മൾ അരപ്പൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ ഇനി ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ബീട്രൂട്ടിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചത്. എന്നാലും ഉപ്പ് വേണമെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ചുകൂടി ഉപ്പൊക്കെ ആവശ്യമുണ്ടാവും. അതൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ ഇത്തിരി കൂടി ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചേർത്ത് ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ വറവിട്ട് ഒഴിച്ചാൽ നമ്മളെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ബീട്രൂട്ട് വേവിച്ചിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ അരപ്പൊഴിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കടുകും വറ്റൽമുളകും കറിവേപ്പില ഇട്ടിട്ട് വറവിട്ട് ഒഴിച്ചാൽ റെഡി ആയിട്ട്. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് പച്ചടിയുടെ പണി കഴിഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണുള്ളത്. എനിക്ക് സദ്യയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കറിയാണ് കേട്ടോ ബീട്രൂട്ട് പച്ചടി. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. കുഞ്ഞു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്കും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന എളുപ്പമുള്ള രീതിയാണ് കേട്ടത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കൂടെ വീണ്ടും കാണാം. അതുവരേക്കും ബായ്.